ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിലാവുണ്ടെന്ന് കരുതി നേരം വെളുക്കുവോളം കക്കാൻ ഇറങ്ങിയാലുള്ള അവസ്ഥ എന്താണ്? ഇന്ന് അത് വഖഫ് ശരിക്കും അനുഭവിച്ചറിയുക. 1 പിടിച്ചു, 2 പിടിച്ചു, 3 പിടിച്ചു, പിന്നീട് നാട് മുഴുവനും നമുക്ക് വേണം എന്നായി. ഒരു എവിഡൻസും ഇല്ലാതെ ഏത് പ്രോപ്പർട്ടി വേണമെങ്കിലും ശരി ചൂണ്ടിക്കാണിച്ച് സ്വന്തമാക്കാൻ പറ്റുന്ന UDF സർക്കാരിന്റെ ഒരു ഭേദഗതി നിയമവും ഒരു കയ്യിൽ പിടിച്ച്, ഒരു കയ്യിൽ ഇന്ത്യയെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പതാകയും ഒരു കയ്യിൽ പിടിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി. ഇവരൊരിക്കലും ചിന്തിച്ചില്ല ഇവരുടെ യമകണ്ഠൻകാലനായ നരേന്ദ്രമോദി ഇവർക്കും മുകളിലുണ്ട്. ഇവര് വിചാരിച്ചത് എല്ലാരെയും ഇല്ലാതാക്കാനുള്ള കാലന്മാരാണ് നമ്മളെന്ന. പക്ഷേ ഈ രാജ്യത്തിനെതിരെ കുരയ്ക്കുന്ന ആളുകൾക്ക് കൂച്ചുവിലങ്ങിടത്തക്കവണ്ണം നരേന്ദ്രമോദിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഇവര് പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല, ഇവര് ചിന്തിച്ചിട്ട് പോലുമില്ല. വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാൾ വലിയ രൂപത്തിൽ ഇവരുടെ തലയിലെഴുത്ത് എഴുതി കഴിഞ്ഞിരുന്നു നരേന്ദ്രമോദി. അങ്ങനെയാണ് ഒരു വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നത്. UP വഖഫുമായിട്ട് പോയി കയറി ലക്ഷക്കണക്കിന് പ്രോപ്പർട്ടികൾ വഖഫ് ക്ലെയിം ചെയ്തു. അതോടുകൂടി യോഗി ഓടിച്ചു വടിയെടുത്ത് വഖഫ് എന്ന പേര് പോലും മേലിൽ UP മിണ്ടിപ്പോകുന്നത് പോയി കടന്നു. ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഓരോരുത്തരും അധ്വാനിച്ചുണ്ടാക്കിയത് അവർക്കും അവരുടെ ശേഷക്കാർക്കും അനുഭവിക്കാനുള്ളതാണ്. നിങ്ങളുടെ പടച്ചോന് വേണ്ടിയിട്ട് വേണമെങ്കിലേ നിനക്കൊക്കെ ഉള്ളതങ്ങ് എഴുതി കൊടുത്തോ. പടച്ചവന് വേണ്ടി കൊള്ളയടിച്ചെടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, നിങ്ങൾ ഏത് സംസ്ഥാനത്തിൽ വേണമെങ്കിലും വർക്കൗട്ട് ആയിക്കോ, UP പറ്റില്ല മക്കളെ. അടിച്ചു ഓടിച്ചു. അതുപോലെ ഏതൊരു വിഷയവും അമിതമായാൽ കുഴപ്പമാണ്. ഇവിടെ അമുസ്ലിങ്ങളുടെ ആരാധനകളെ, അവരുടെ അനുഷ്ഠാനങ്ങളെ, വിശ്വാസങ്ങളെ, വിശ്വാസ പ്രമാണങ്ങളെ ഒക്കെ അനാവശ്യമായി വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കുമ്പോൾ എപ്പോഴും കീറി ഒട്ടിക്കാൻ എളുപ്പം നമ്മുടേതാണ് എന്നൊന്ന് ചിന്തിക്കണമായിരുന്നു ഇസ്ലാം മതവിശ്വാസികൾ. നമ്മുടെ കണ്ണിൽ തന്നെ കോല് കിടക്കുക. നമ്മൾ അപരന്റെ കണ്ണിലെ കരടിന്റെ പിന്നാലെ പോകുമ്പോൾ പിടി വീഴുമെന്ന് ചിന്തിക്കട്ടെ. ഇപ്പോഴാ ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് കാപട്യം നോക്കാം. ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് ക്യാമ്പയിനെതിരെ വിമർശനം കടുപ്പിച്ച് സുന്നി സംഘടനകൾ. ജമാഅത്തെ ഇസ്ലാമി അപ്പോ അവര് തന്നെ മതി അവരെ വിമർശിക്കാൻ. പുറത്തുനിന്നാരുമല്ല, അമുസ്ലിങ്ങളല്ല, അവരുടെ തന്നെ സംഘടനയിൽപ്പെട്ട ആളുകളാണ്, മതസംഘടനയിൽപ്പെട്ട. ഇപ്പോ സുന്നികൾക്ക് തീർച്ചയായിട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളും ആദർശങ്ങളും കൃത്യമായിട്ട് അറിയാമല്ലോ. മെക്സവനെ വിമർശിച്ചുകൊണ്ട് ആദ്യം രംഗത്ത് വന്നതാരാ? ഇസ്ലാം മത വിശ്വാസികളും ഇസ്ലാം മത സംഘടനകളും തന്നെയാണ്. ഈ മുസ്ലിം സംഘടനകളൊന്നും മെക്സവനെതിരെ പറഞ്ഞത് വൈറലായില്ല, ആർക്കും ഒരു കുരുക്കളും പൊട്ടിയില്ല. നമ്മുടെ ഗോവിന്ദൻ മാഷ് പറഞ്ഞപ്പോൾ മാത്രം കണ്ടോ, എതിരാളിയുടെ ജാതി പ്രശ്നമാണ്, മതം പ്രശ്നമാണ്, രാഷ്ട്രീയം പ്രശ്നമാണ്. ഇവിടെ ഇതാണ് മായം ചേർത്ത് മനുഷ്യനെ കുടിപ്പിക്കുന്നുവെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. EK വിഭാഗം ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് ക്യാമ്പയിനെതിരെ വിമർശനം കടുപ്പിച്ച് സുന്നി സംഘടനകൾ. ജമാഅത്തെ ഇസ്ലാമി ദീനിൽ മായം ചേർത്ത് മനുഷ്യനെ കുടിപ്പിക്കുന്നുവെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കാന്തപുരത്തിന് 6 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അല്ല 1200 കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബിയുടെ മുടിയാണെന്നും പറഞ്ഞ് വെള്ളം ഇട്ട് കുടിപ്പിച്ച് കോടിക്കണക്കിന് പണമുണ്ടാക്കിയതുപോലെ വേറെ ഒരാളെയും ഉണ്ടാക്കാൻ അനുവദിക്കത്തില്ല. ശരി, EK വിഭാഗം സമസ്ത നേരത്തെ സക്കാത്ത് ക്യാമ്പയിനെതിരെ രംഗത്ത് വന്നിരുന്നു. അതേസമയം UDF നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് ക്യാമ്പയിനിൽ പങ്കെടുക്കുന്ന ഫോട്ടോകൾ പുറത്തുവന്നു. അതിനിപ്പോ UDFനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും അവരങ്ങനെ തന്നെയല്ലേ. അത് പുതിയതായിട്ടുള്ള സംഭവമൊന്നും അല്ലല്ലോ. ഇനിയിപ്പോ കമ്മികളാണെങ്കിലും കൊങ്ങികളാണെങ്കിലും എല്ലാ കാലത്തും ഈ മുസ്ലിം ഭൂരിപക്ഷത്തിനെ എങ്ങനെയാണ് ഒതുക്കി നിർത്തേണ്ടത്, എങ്ങനെയാണ് അവരെ പ്രീണിപ്പിച്ച് നിർത്തേണ്ടതെന്ന് നന്നായിട്ട് അറിഞ്ഞ് അങ്ങനെ തന്നെയല്ലേ ഇവർ അധികാര കസേരകളിൽ അമർന്നിരുന്നിട്ടുള്ളതെല്ലാം. നല്ല കുപ്പിയിലിട്ടുകൊണ്ട് അതിൽ മായം ചേർത്ത് മനുഷ്യരെ കുടിപ്പിക്കുന്ന മരുന്ന് പോലെ ആക്കിയിരിക്കുകയാണ്. സംഘടിതമായ ഈ സക്കാത്ത് വിതരണത്തിൽ നിരവധി അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. ആളിനറിയാം. അള്ളാഹുവിനെയും
അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ആക്ഷേപിച്ചുകൊണ്ടാണ് ഈ സക്കാത്ത് കമ്മിറ്റിക്കാർ ഇവിടെ ധാരാളം എഴുതിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് ക്യാമ്പയിനെതിരെ കൂടുതൽ സുന്നി സംഘടനകൾ രംഗത്ത് വരികയാണ്. രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ ഇതിൽ UDF നേതാക്കൾ പങ്കെടുത്തതിന്റെ ചിത്രം പുറത്തു വന്നതോടുകൂടി അത്തരത്തിലുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. തീർച്ചയായും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് ക്യാമ്പയിനെതിരെയുള്ള വിമർശനം കടുപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഈ സുന്നി സംഘടനകളടക്കം. നേരത്തെ തന്നെ സമസ്തയുടെ മുഖപത്രമടക്കം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് ക്യാമ്പയിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് പത്രക്കുറിപ്പടക്കം ഇറക്കിയിരുന്നു. മാത്രമല്ല, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ക്യാമ്പയിൻ പരിശുദ്ധ ഇസ്ലാമിനെ കുപ്പിയിലിട്ട് മായം ചേർത്ത് കുടിപ്പിക്കുന്ന രീതിയാണ് എന്ന് കാന്തപുരം MP അബൂബക്കർ അടക്കം ഈ വിഷയത്തിൽ ആളിത് ചെയ്ത് വിജയിച്ച ആളാണ്, അതുകൊണ്ട് കൃത്യമായിട്ട് അറിയാം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ ജമാഅത്തെ ഇസ്ലാമി സക്കാത്ത് ക്യാമ്പയിനിലൂടെ സ്വരൂപിക്കുന്ന പണം അത് സംഘടനയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. മറ്റ് ഇത്തരത്തിൽ ഇസ്ലാമിക് ഇവിടെ അരീക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, കോഴിക്കോട് മലപ്പുറം ബോർഡറിലാണ്. അവിടെ പള്ളിക്കാണെന്നും പറഞ്ഞു കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ട് പള്ളിയും ഉണ്ടാക്കിയില്ല. ഈ പിരിവെടുത്ത പണവും കൊണ്ടുകൂടി അങ്ങനെ നാട്ടുകാരെല്ലാം കൂടെ APN ടീമിനെയും ഒക്കെ അവിടെ ഇട്ട് പിടിച്ചു. അങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട്. അപ്പം അങ്ങനെ സക്കാത്തിനാണെന്നും മുസ്ലിം സമുദായത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയാണെന്നും പറഞ്ഞ് പണം പിരിച്ചെടുത്തിട്ട് സ്വന്തം സംഘടനയെ വളർത്താനും സ്വന്തം ഖജനാവ് വീർപ്പിക്കാനും ഒക്കെ പ്രവർത്തിക്കുന്നത് കാന്തപുരത്തിനും നല്ല തഴക്കവും വഴക്കവും വന്ന ആളാണ്. സക്കാത്ത് ലഭിക്കുന്ന പണം പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനും മറ്റുമൊക്കെ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി ഇത്തരത്തിൽ സക്കാത്ത് ക്യാമ്പയിനിലൂടെ സ്വരൂപിക്കുന്ന പണം ഈ സംഘടനയുടെ പുരോഗതിക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സക്കാത്ത് ക്യാമ്പയിനെതിരെ മുസ്ലിം സംഘടനകളടക്കം രംഗത്ത് വരുന്നത്. ഇത്തരത്തിൽ സുന്നി വിഭാഗവും ഈ സമസ്തയും അടക്കം ഈ സക്കാത്ത് ക്യാമ്പയിനെ എതിർത്ത് രംഗത്ത് വരുമ്പോഴും മുസ്ലിം ലീഗ് ഈ സക്കാത്ത് ക്യാമ്പയിനെയും ജമാഅത്തെ ഇസ്ലാമിയോടും അടുക്കുന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് ക്യാമ്പ് അവർക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ടല്ലോ. ഇന്ന് മതവും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കുഴച്ചില്ലേ? എന്നാലല്ലേ ഇവർ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ പറ്റൂ. ഏണിക്ക് വോട്ട് ചെയ്താൽ ആ ഏണി കൂടെ കയറിയിട്ട് സ്വർഗത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞ ടീമാ കാസിമിമാനെ. ഉദ്ഘാടന വേദിയിലൊക്കെ തന്നെ മുസ്ലിം ലീഗിലെ നേതാക്കൾ കൃത്യമായി തന്നെ പങ്കെടുത്തിരുന്നു. കൃത്യമായി ഈ സക്കാത്ത് ക്യാമ്പയിന് ആശംസകൾ അടക്കം അർപ്പിച്ചുകൊണ്ട് ഈ മുസ്ലിം ലീഗിലെ നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലീഗിനകത്ത് തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയെയും ഈ സക്കാത്ത് ക്യാമ്പയിനോടും അടുക്കുന്ന നിലപാട് തന്നെയാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം UDF-ലെ നേതാക്കളൊക്കെ തന്നെ ഈ സക്കാത്ത് ക്യാമ്പയിനെ അനുകൂലിക്കുകയും സക്കാത്ത് ക്യാമ്പയിൻ ഉദ്ഘാടന വേദിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഈ UDF നേതാക്കളായ രാജ്മോഹൻ ഉണ്ണിത്താൻ, NK പ്രേമചന്ദ്രൻ തുടങ്ങിയ UDF നേതാക്കൾ ഈ സക്കാത്ത് ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നതിന് ഫോട്ടോ അടക്കം സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. മാത്രമല്ല, ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി തങ്ങൾക്ക് യാതൊരു ബന്ധമില്ലെന്ന് UDF നേതാക്കളൊക്കെ പലവട്ടം പറഞ്ഞതാണ്. പക്ഷേ UDF ആണെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ സമയം വരുമ്പോൾ മാത്രം ഇവരത് പറയാറില്ലല്ലോ. ഞങ്ങൾക്ക് ഈ വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറയുമോ? ഞങ്ങൾക്ക് SDP-യുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും വോട്ട് വേണ്ട എന്ന് പറയുമോ? എങ്ങനെ അവർക്ക് പറയാൻ പറ്റുക? ഈ LDF ആണെങ്കിലും ഇത്തരത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഈ പുറത്തു വരുന്ന ജമാഅത്തെ ഇസ്ലാമി തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഈ UDF-മായി തിരഞ്ഞെടുപ്പ് കാലങ്ങളിലൊക്കെ തന്നെ തങ്ങൾ അടുപ്പം പുലർത്തിയിട്ടുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കൊണ്ടാണ് പാലക്കാട് അടക്കം UDF ഈ രീതിയിലുള്ള വിജയം കൈവരിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ജമാഅത്തെ ഇസ്ലാമി നേതാവ് കൃത്യമായി തന്നെ പറഞ്ഞതാണ്. പക്ഷെ അപ്പോഴൊക്കെ ഈ മാധ്യമങ്ങളിൽ വന്ന് അത് തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം UDF നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും രഹസ്യമായി ജമാഅത്തെ ഇസ്ലാമിയുമായി കൃത്യമായി ബന്ധം UDF പുലർത്തുന്നുണ്ട്. മറിച്ച് LDF-ഉം അങ്ങനെ തന്നെയാണ്. ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം ഗസ്റ്റ് ഹൌസിലെത്തി തിരഞ്ഞെടുപ്പ് വേളയിൽ കൃത്യമായി കണ്ടിട്ടുണ്ടെന്ന് ഡേറ്റും സമയവും അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ ഇതൊന്നും തള്ളിപ്പറയാൻ ഈ മുഖ്യമന്ത്രി അടക്കം തയ്യാറായിരുന്നില്ല. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് UDF-ഉം LDF-ഉം കൃത്യമായി തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി ചങ്ങാത്തം കൂടുന്ന നിലപാടുകളാണ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ഈ മുസ്ലിം സംഘടനകളടക്കം, മുസ്ലിം മതസംഘടനകളടക്കം ഈ സക്കാത്ത് ക്യാമ്പയിനെ അതിരൂക്ഷ ഭാഷയിൽ വിമർശിക്കുമ്പോഴും ഈ ലീഗും UDF-ഉം അടക്കം ഈ സക്കാത്ത് ക്യാമ്പയിനെ അനുകൂലിക്കുന്ന നിലപാടിലേക്കാണ് എത്തുന്നത്. ഈ ക്യാമ്പയിന്റെ മറ്റൊരു വശം, ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമി അതിതീവ്ര സംഘടനയാണ്. ഈ പണം ഉപയോഗിച്ച, അത് മാത്രമല്ല ഈ മുസ്ലിം ഒരു മതരാഷ്ട്രവാദികളാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഈ സംഘടന ഇത്തരത്തിൽ സക്കാത്ത് ക്യാമ്പയിനിലൂടെ സ്വരൂപിക്കുന്ന പണം അത് സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നും കൃത്യമായി തന്നെ പരസ്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അതിന് മുസ്ലിങ്ങളുടെ ഉന്നതിക്കു വേണ്ടിയാണ്, സ്വന്തം സമുദായത്തെ നവീകരിക്കുന്നതിനു വേണ്ടിയാണ് ഇവര് സക്കാത്തിന്റെ ഫണ്ട് പിരിക്കുന്നത് എന്ന് പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കാർ ആർക്കാ കൊടുക്കുക? ജമാഅത്തെ ഇസ്ലാമി അനുഭാവികൾക്ക്. സുന്നികൾ ആർക്കാ കൊടുക്കുക? സുന്നി അനുഭാവികൾക്ക്.
പോപ്പുലർ ഫ്രണ്ട് ആർക്കാ കൊടുക്കുക? ഈ രൂപത്തിൽ അവനവന്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ, അവനവന്റെ മതസംഘടനകളെ, അവനവന്റെ ഇസ്ലാം മത രാഷ്ട്രവാദത്തെ വളർത്തുക എന്നത് തന്നെയല്ലേ എല്ലാ കാലത്തും ഇവരുടെ നയപ്രഖ്യാപനങ്ങളിൽ ഉണ്ടായിരുന്നത്. ഏതെങ്കിലും കാലത്ത് നമ്മുടെ ഈ കേരളക്കരയിലെ LDF UDF സഖ്യം ഇസ്ലാം മത തീവ്രവാദത്തെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടുണ്ടോ? ഏതെങ്കിലും കാലത്ത് തയ്യാറായിട്ടുണ്ടോ? അവർക്കതിന് സാധിക്കില്ല. കാരണം അവർക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ ആ സമയത്ത് മുസ്ലിം തീവ്രവാദികളെ കൂടിയേ പറ്റൂ. ആ സമയത്ത് അവർ ഇസ്ലാം മത രാഷ്ട്രവാദികളാണോ, ഇവർ അരാഷ്ട്രവാദികളാണോ, അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് വോട്ട് വേണം. ഇനിയിപ്പോൾ എന്ത് നെറികേട് കാണിച്ചാലും വേണ്ടില്ല. ഇനി പോപ്പുലർ ഫ്രണ്ട് ഐക്യപ്പെട്ടാലും SDP ഐക്യപ്പെട്ടാലും ലീഗ് ഐക്യപ്പെട്ടാലും എന്തായിരുന്നാലും UDFനെ LDFനെയും വളർത്തിക്കൊണ്ടുവരുന്നത് അവരാണ് ഇവരെയും വളർത്തുന്നത്. ഈ ഇസ്ലാം മത രാഷ്ട്രവാദക്കാരെ ആകെ എതിർത്ത് കൊണ്ടിരിക്കുന്നത് ആരാണ് എന്ന് ഇന്ന് ഈ കേരളക്കരയിൽ എല്ലാവർക്കും അറിയാം. ഓരോരുത്തരും അവനവന്റെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുമ്പോൾ ഒന്നുകൂടി ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കുന്നത് നല്ലതാണ്. നന്ദി.